ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. ഇത് NANRSTR സ്കൂൾ ഓഫ് വിസ്ഡം ചാനലിൽ നമ്മൾ ഒരു 200ഓളം പ്രഭാഷണം ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അതിൽ പലതിനെക്കുറിച്ചും നമ്മൾ ഭഗവത്ഗീതയായാലും പലതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഭാഗവതം എന്താണെന്ന് ഞാൻ അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതിൽ ഒരു ഭാഗം നമ്മൾ ഭഗവത്ഗീതയിലും അങ്ങനെയാണ് ചെയ്തത്. 700 ശ്ലോകമൊന്നും നമ്മൾ എടുത്തില്ല. നമ്മൾ ഒരു ചാപ്റ്ററിൽ ഒരു ശ്ലോകം വെച്ചിട്ടാണ് കുറച്ച് ചെയ്തിട്ടുള്ളത്. ആനിബസൻ്റെ 3 ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്കിന്ന് കാണ്ഡം 8 ചാപ്റ്റർ 5 ടെസ്റ്റ് 33:1 വേഴ്സസ് നോക്കാം. നമുക്ക് എൻ്റെ കയ്യിൽ ഇംഗ്ലീഷാണുള്ളത്. ഞാനത് വെച്ച് വായിക്കാം. സംസ്കൃതം എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ സംസ്കൃതം വായിക്കുന്നില്ല. അതിൽ പറയുന്നത്, സിൻസ് അവർ ബോഡീസ് ആർ മെയ്ഡ് ഓഫ് സത്വ ഗുണാസ്, വി ദ ഡെമിഗോഡ്സ് ആർ ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി സിറ്റുവേറ്റഡ് ഇൻ ഗുഡ്നെസ്. നമ്മൾ സത്വഗുണത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മളൊരു എന്താണ് പറയുന്നത്, ഡെമി ഗോഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ് അതിനകത്ത് പറയുന്നത്. ഓൾ ദ ഗ്രേറ്റ് സെയിൻസ് ആർ ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ദ വേ. വലിയ മഹാത്മാക്കളും ഈ ഒരു കാറ്റഗറി. Therefore, even we cannot understand the Supreme Personality of Godhead. What is to be said of those who are most insignificant in their bodily constitution, being situated in the modes of passion and ignorance? How can they understand the Lord? അപ്പം അങ്ങനെയുള്ള സത്വഗുണത്തിലുള്ള നമുക്ക്, അല്ലെങ്കിൽ ഡെമി ഗോഡ്സ് എന്ന് പറയുന്ന നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ ദേ അണ്ടർസ്റ്റാൻഡ് ദ ലോർഡ്, എങ്ങനെ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റും? ലെറ്റ് us offer our respect, obeisance unto him. ഇതാണ് അതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്തതിൽ പറയുന്നത്, ഓൺ ദിസ് earth there are 4 kinds of living entities. ഭൂമിയിൽ 4 ടൈപ്പ് ആൾക്കാരാണുള്ളത്. who are all created by him. എല്ലാവരെയും സുപ്രീം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദ മെറ്റീരിയൽ ക്രിയേഷൻ റെസ്റ്റ് ഓൺ ഹിസ് ലോട്ടസ് ഫീറ്റ്. ക്രിയേറ്ററിൻ്റെ ലോട്ടസ് ഫീറ്റിലാണ്. ഹി ഈസ് ദ ഗ്രേറ്റ് സുപ്രീം പേഴ്സൺ, ഫുൾ ഓഫ് ഓപ്പുലൻസ് ആൻഡ് പവർ. മേ ഹി ബി പ്ലീസ്ഡ് വിത്ത് അസ്. അത് നമ്മളിൽ പ്ലീസ്ഡ് ആയിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. അടുത്ത വേഴ്സിൽ ടെസ്റ്റ് 33 ദി എൻറ്റയർ കോസ്മിക് മാനിഫെസ്റ്റേഷൻ ഹാസ് ഇമേർജ്ഡ് ഫ്രം വാട്ടർ. എവല്യൂഷനെ കുറിച്ചാണ്. മൊത്തം ഉണ്ടായിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്, ഫ്രം വാട്ടർ. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വാട്ടർ ദറ്റ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ് എൻറ്റർ, live and develop. This water is nothing but the semen of the Supreme Personality of Godhead. The Supreme Personality of Godhead is semen. Therefore, may the Supreme Personality of Godhead, who has such great potency, be pleased with us. ഇതെല്ലാം നമ്മളെ പ്ലീസ് ചെയ്യണം എന്നുള്ള പ്രയർ രൂപേണയാണ് ഓരോ ഇതും അതിനകത്ത് പറയുന്നത്. 34 Soma, the moon is the source of food grain, strength and longevity of all the demigods. He is also the master of all vegetation and source of generation for all living entities. Chandrane kurichanu പറയുന്നത്. As stated by learned scholars, the moon in the mind of the Supreme Personality of Godhead. May that Supreme Personality of Godhead, the source of all opulence, be pleased us. ആ ചന്ദ്രൻ സുപ്രീം ഗോഡിലും ഉണ്ട്, നമ്മളിലും ഉണ്ട്. നമ്മളെ പ്ലീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം തരണം. ടെസ്റ്റ് 35 ഫയർ വിച്ച് ഇസ് ബോൺ ഫോർ ദ സേക്ക് ഓഫ് അക്സെപ്റ്റിംഗ് ഒബ്ലേഷൻസ് ഇൻ റിച്വലിസ്റ്റ് സെറമണീസ് ഇസ് ദ മൗത്ത് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ദ ഗോഡ്. അഗ്നിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഇസ് ദ മൗത്ത് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നാണ്. Fire exists within the depths of the ocean to produce wealth, and fire is also present in the abdomen to digest food. നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിന്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന്, ആൻഡ് പ്രൊഡ്യൂസ് വേരിയസ് സെക്രേഷൻസ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. മേ ദ സുപ്രീം പവർഫുൾ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ബി പ്ലീസ്ഡ് വിത്ത് അസ്. നമ്മളെ പ്ലീസ്ഡ് ആവണമെന്നാണ് അത് പറയുന്നത്. ഇനി ടെസ്റ്റ് 36 പറയുന്നത്, സൺ ഗോഡ്സ് മാർക്ക് ദ പാത്ത് ഓഫ് ലിബറേഷൻ വിച്ച് ഇസ് കോൾഡ് അകൃതി വർത്തമ. ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേദാസ്. ഈസ് ദ അബോർഡ് വെർ ദ അബ്സല്യൂട്ട് ട്രൂത്ത് ക്യാൻ ബി വർഷിപ്പ്. ഈസ് ദ ഗേറ്റ് വേ ടു ലിബറേഷൻ.
and he is the source of eternal life as well as the cause of death. The sun god is the eye of the Lord. May the supreme Lord who is supremely opulent. അത് സൂര്യന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നും വർണ്ണിക്കുകയും നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നും പറഞ്ഞു പോകുന്നത്. ഇനി ടെസ്റ്റ് 37 ഇതെല്ലാം ചാപ്റ്റർ 5 കാണ്ടോ 8. All living entities moving and non-moving receive their vital force, their bodily strength and their every lives from the air. ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ആ ഒരു പവറിലാണ്. All of us follow the air. എയറിനെ കുറിച്ചാണ് പറയുന്നത്, വായുവിനെ. Follow the air of our vital force, exactly as servants following an emperor. ഒരു രാജാവിനെ ഒരു സേവിക്കുന്നത് പോലെ നമ്മളെല്ലാം ആ സുപ്രീം ഗോഡിൻ്റെ അടിമകളാണ്. The vital force of air is generated from the original vital force of the supreme personality of Godhead. ഇത് എവിടെ നിന്നാണ് എയർ വരുന്നത്? ആ സുപ്രീം പേഴ്സണാലിറ്റിയുടെ ഗോഡ് ഹെഡാണ്. അപ്പോൾ ഓരോന്നും വിവരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് സുപ്രീം ലോർഡ് ബി പ്ലീസ്ഡ് വിത്ത് us. ടെസ്റ്റ് 39 പറയുന്നത് ടെസ്റ്റ് 38 May the supreme powerful personality of Godhead be pleased with us. The different directions are generated from his ears. പല ദിക്കുകൾ ചെവിയിൽ നിന്നാണ്. The holes of the body come from his heart. And the vital force, the senses, പഞ്ചേന്ദ്രിയങ്ങൾ, the mind, the air within the body and the ether which is the shelter of the body come from his navel. അത് ഭഗവാന്റെ നേവൽ, വയറ്റിൽ നിന്നാണത് വരുന്നത്. ഇനി ടെസ്റ്റ് 39 Mahendra, the king of heaven, was generated from the powers of the Lord. The demigods were generated from the mercy of the Lord. Lord Shiva was generated from the anger of the Lord. ശിവനെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആങ്കറിൽ നിന്നാണ്. ആൻഡ് ലോർഡ് ബ്രഹ്മ ഫ്രം ഹിസ് സോബർ ഇൻ്റലിജൻസിൽ നിന്നാണ് ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. The Vedic mantras were generated from the bodily holes of the Lord. ദൈവത്തിൻ്റെ ദേഹത്തു നിന്നാണ്. And the great saints and the Prajapatis were generated from his genitals. May that supreme powerful Lord be pleased with us. Forty. The goddess of fortune were generated from his chest. നെഞ്ചിൽ നിന്നാണ് ഭാഗ്യത്തിൻ്റെ ഗോഡസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഭാഗ്യദേവത. The inhabitant of Pridurloka from his shadow. നിഴലിൽ നിന്നാണ് പൃഥ്വിലോക ക്രിയേറ്റ് ചെയ്തത്. Religion from his bosom. And irreligion, the opposite of religion, from his back. The heavenly planets were generated from the top of his head. Planets തലയിൽ നിന്നാണ്. And the Apsaras from his sense enjoyment. അപ്സരസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെൻസ് എൻജോയ്മെൻറ്റ്സിൽ. May the supremely powerful personality of God get pleased with us. Test 42. Greed is generated from his lower lip. ഇനി ഗ്രീഡ് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ അസൂയ ഫ്രം ഹിസ് ചുണ്ടിൽ നിന്നാണ്, ഫ്രം ഹിസ് ലോവർ ലിപ്പ്. അഫെക്ഷൻ എവിടെ നിന്നാണ്? ഫ്രം ഹിസ് അപ്പർ ലിപ്പ്. Bodily luster from his nose. Animalistic lusty desires from his sense of touch. Emaraja from his eyebrows. And the eternal time from his eyelashes. May the Supreme Lord be pleased with us. അങ്ങനെ ഓരോരോ ഭാഗം വിവരിക്കുകയാണ്. ടെസ്റ്റ് 43 All learned men say that the 5 elements, eternal time, fluidity, activity, the 3 modes of material nature, the varieties are produced by these modes are all creations of Yoga Maya. This material world is therefore extremely difficult to understand, but those who are highly learned have rejected it. May the Supreme Personality of the God is the controller of everything. ലോകത്തെ എല്ലാ ചരാചരങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഗോഡാണ് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് ഓരോ ആക്ഷൻസും അത് പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ പോലും അതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുകയും പിന്നെ അവിടെ യോഗമായെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു നട്ട്ഷെല്ലെന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല ഈ ലോകത്ത്. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും എല്ലാം
കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ വേഴ്സസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് വായിക്കുന്നില്ല, ഞാനത് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.